കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു തട്ടിപ്പിന്റെ വാർത്ത കൂടി ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് പുറത്തുവന്നു. പത്തനംതിട്ട ചെറുകോൽപ്പുഴയിൽ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ മനുഷ്യക്കടത്ത് എന്ന ഗൗരവതരമായ പരാതിയാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് എം വർഗീസ് മലേഷ്യയിലേക്ക് നിരവധി യുവാക്കളെ അനധികൃതമായി കടത്തിയെന്നാണ് പരാതി. തട്ടിപ്പിന് ഇരയായവർ കൊയ്പ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ. കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളേറി പ്രവാസ ജീവിതത്തിനായി എത്തിയവർക്ക് നേരിട്ടത് ക്രൂരമർദ്ദനവും മാനസിക പീഡനവുമാണ്. എൻ്റെ രക്തത്തിലുള്ള ആർക്കും സഹിക്കത്തില്ല. അതുപോലെ എന്നെ ഉപദ്രവിച്ചത്. എൻ്റെ ഈ ഭാവമെല്ലാം അടിച്ചു പറിച്ച് ഞാൻ എങ്ങനെ ജീവിതത്തിൽ എങ്ങനെ തിരിച്ചു വന്നതേ എനിക്കറിയുള്ളൂ. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചാൽ ചെയ്യാൻ തിരിച്ചു വന്നത്. എം വർഗീസ് പണം കൈപ്പറ്റിയാണ് ആളുകളെ മലേഷ്യയിലേക്ക് കടത്തിയത്. ഇവിടുന്ന് ഞാൻ 60,000 രൂപ അക്കൗണ്ട് ത്രൂവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് അവിടുത്തെ ക്യാഷ് വേണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷായി 40,000 രൂപ വാങ്ങിച്ച് മലേഷ്യൻ മണി ആക്കി തന്നു. ഞാൻ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളിയുടെ ജ്യേഷ്ഠൻ എന്ന് വന്ന ആൾ, ജോസ് എന്ന് പറഞ്ഞ ആൾ ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പോഴും മലേഷ്യയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. വല്ലപ്പോഴും ശമ്പളം കൊടുക്കുക, അത്രേ ഉള്ളൂ. വെളിയിലിറങ്ങാനും ഒരു പനി വന്നാൽ ചികിത്സിക്കാൻ പോകാനോ നമുക്ക് വെളിയിലിറങ്ങി പോകാനൊന്നും പറ്റത്തില്ല. പോലീസ് പിടിക്കൊടുത്തു. അവിടെ പെർമിറ്റ് ഒന്നും ഇല്ലല്ലോ. ജോ വിസ ഒന്നും കൊടുത്തല്ലല്ലോ കൊണ്ടുപോകുന്നത്. ഇവർ വിസ പോലും ഇല്ലാതെ ടിക്കറ്റ് എടുത്ത് വിടുക. തട്ടിപ്പിനിരയായവർ കോയിപ്പുറം പോലീസിൽ പരാതി നൽകി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.